السلام عليكم ورحمة الله تعالى وبركاته. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. فكالنبيين في خلق وفي خلق ولم يدانه في علم على قرم. എന്താണ് ഇതിന്റെ മാന? ഇമാം ബൂസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫകന്നബിയിന, മറ്റോ നബിമാരെക്കാളും ഉന്നതരാണ്, ഫീ ഖൽഖിൻ, അവിടുത്തെ ഖൽഖിന്റെ വിഷയത്തിലും, വഫീ ഖുലുഖിൻ, അവിടുത്തെ സ്വഭാവത്തിന്റെ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റ് അമ്പിയാക്കന്മാരെക്കാളും ഉന്നതരാണ്. വലം യുദാനു, ഒരാളും അടുത്തെത്തുകയില്ല. ഇൽമിൻ വലാ കറമിൻ, അവിടുത്തെ ഇൽമിന്റെ വിഷയത്തിലും കറമിന്റെ വിഷയത്തിലും ഒരാളും അടുത്തെത്തുകയില്ല. ഇമാം ബൂസി റളിയല്ലാഹു അൻഹു ഇബത്തോട് എന്താണ് ആശയം പറയുന്നത്? ഫകന്നബിയിന ഫീ ഖൽഖിൻ വഫീ ഖുലുഖിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സൃഷ്ടിപ്പിന്റെ കാര്യം നോക്കിയാൽ, ഈ ആദം നബിയെ പഠിക്കുന്നതിന് മുമ്പേ ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെ സൃഷ്ടിച്ചിട്ടില്ലേ? ഈ ലോകം പടക്കാനുള്ള കാരണം അത് ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ? അതെ, ഈ ലോകത്ത് വെച്ചിട്ട് ഏറ്റവും ചന്തമുള്ള ആളാണല്ലോ ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഇതുവരെ ഒരു പെണ്ണിനെയും കണ്ടിട്ടില്ല, ഒരു പുരുഷനും കണ്ടിട്ടില്ല. എന്താണ് കാണാത്തത്? ലോകത്ത് വെച്ച് ഏറ്റവും നല്ലൊരു ചന്തമുള്ള ആളാണ്. അതിനൊപ്പം ലോകത്ത് വെച്ച് ഏറ്റവും ചന്തമുള്ള ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. വഫീ ഖുലുഖി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പറയാൻ തീരാത്ത ചരിത്രമാണ് സ്വഭാവത്തെ കുറിച്ച് പറയാനുള്ളത്. ഈ ലോകത്ത് വെച്ചിട്ട് ഏറ്റവും നല്ലൊരു സ്വഭാവമുള്ള ഒരാളാണ് ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. കണ്ണാടി നോക്കി പറയുന്നു, അല്ലാഹുമ്മ അഹ്സിൻ ഖുലുഖി കമാ അഹ്സൻത ഖൽഖി. എന്താണ് ഇതിന്റെ മായന? അല്ലാഹുവേ, എന്റെ സൃഷ്ടിപ്പിനേക്കാളും എന്റെ സ്വഭാവം അല്ലാഹ് നീ നന്നാക്കി തരണമേ അല്ലാഹുവേ. ആരാണ് ദുആ ചെയ്യുന്നത്? ഈ ലോകത്ത് വെച്ചിട്ട് ഏറ്റവും നല്ലൊരു സ്വഭാവമുള്ള ആളാണല്ല പറയുന്നത്. ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നു, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം കാന ഖുലുഖു ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം അത് ഖുർആനായിരുന്നു. നല്ല സ്വഭാവമായിരുന്നു. ഒരു തെറ്റും ചെയ്യാത്ത ആളായിരുന്നു. ഒരു കളവും പറയാത്ത ആളായിരുന്നു. ഞാൻ ചരിത്രം പറയട്ടെ. ഒരു ദിവസം ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്കരിക്കുന്ന സമയത്ത് അവിടുത്തെ പുള്ളിയായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലേക്ക് വീഴുകയാണ്. അങ്ങനെ ഫാത്തിമ ബീബി റളിയല്ലാഹു വന്നിട്ട് ഇങ്ങനെ ഖുർആനെ നോക്കുകയാണ്. ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എണിക്കുന്നത് കാണുന്നില്ല. പിന്നെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു എണിച്ചതിന് ശേഷമാണ് ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണിക്കുന്നത്. ിന് ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, നബിയെ, നിങ്ങൾ എന്തിനാണ് ഇത്ര നേരം സുജൂദിലിരുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്താണ് പറഞ്ഞത്? ഫാത്തിമ, അത് കുട്ടികളല്ലേ, അവർക്ക് എന്തെന്നറിയാമോ? അവർക്ക് നിസ്കരിക്കുന്നത് എന്താണെന്നറിയാമോ? അവർ മേൽ കളിക്കുമായിരുന്നല്ലേ, അവർക്ക് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു.
കൊണ്ടാണ് ഞാൻ എനിക്കാത്തത്. കുട്ടികളോട് പോലെയും നല്ലൊരു സ്വഭാവം കാണിച്ച ഒരാളാണല്ലേ ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വലാ യുദാനുഹു, ഒരാളും അടുത്തെത്തുകയില്ല. ഇൽമിന്റെ വിഷയത്തിലും ഒരാളും അടുത്തെത്തുകയില്ല. ഇൽമിന്റെ വിഷയത്തിലും ഒരാളും അടുത്തെത്തുകയില്ല. ഈ ലോകത്ത് വെച്ചിട്ട് എല്ലാ ആലിമീങ്ങളുടെയും എല്ലാ ഔലിയാക്കന്മാരോടെയും എല്ലാ പണ്ഡിതന്മാരോടെയും ഉസ്താദല്ലേ ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. നമുക്കിപ്പോൾ 7 വർഷം കഴിഞ്ഞാൽ നമ്മുടെ പഠനം പൂർത്തിയായി. ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് ദുആ ചെയ്തത്? റബ്ബി സിദ്നാ ഇൽമാ, റബ്ബി സിദ്നാ ഇൽമാ. അല്ലാഹുവേ ഇനിയും ഇൽമു ജാസ്തിയാക്കി തരണമേ അല്ലാഹുവേ എന്നാണ് ദുആ ചെയ്തത്. അപ്പോൾ നമ്മൾ എവിടെയാണ്? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വിരലിന്റെ കഷ്ണം പോലെ നമുക്ക് വരാൻ പറ്റുന്നില്ല. വലാ ഖറമിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കറമിന്റെ വിഷയം നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും സാമനം കൊടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപ്പലേ തിന്നുമായിരുന്നില്ല. എല്ലാം എടുത്തു വെക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും ഒരു ഫക്കീറൻ വന്നാൽ അവർക്കിനെ കൊടുത്ത് ദാനം ചെയ്യുകയാണ്. ലോകത്ത് വെച്ചിട്ട് ഏറ്റവും നല്ല ദാനം ചെയ്യുന്ന ആളാണല്ലേ ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. നാം എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെ കണ്ട് പഠിക്കുക, സ്വഭാവത്തെ കുറിച്ച് പഠിക്കുക. അല്ലാഹു നമ്മളെല്ലാവരും നന്നാക്കി തരുമാറാവട്ടെ. അല്ലാഹു നമ്മളെല്ലാവരും സ്വഭാവം അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. ഇത്രയും പറഞ്ഞ വാക്ക് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.